ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ആൾജിബ്രൈക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 3n + 2n. സോറി, 3 + 2n ആണ്. 3 + 2n. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്? ഈ ഒരു സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്താണ്? വാട്ട് വിൽ ബി ദ റിമൈൻഡർ ഇഫ് ദ ടേംസ് ഓഫ് ദ സീക്വൻസ് ആർ ഡിവൈഡഡ് ബൈ 2? ഓൾജിബ്ര തന്നിട്ടുണ്ട്. ഓൾജിബ്ര തന്നാൽ വേഗം തന്നെ xn = 3 + 2n എന്ന് മാറ്റി എഴുതാം. xn = എന്ന് പറഞ്ഞിട്ട് തന്ന ഓൾജിബ്ര എഴുതാം. ഇവിടെ നോക്കിയേ, ഓടിപ്പോയിട്ട് ഇവിടെ നമുക്ക് അറിയുന്നൊരു കാര്യമാണ് അല്ലേ, നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അതാണ് കോമൺ ഡിഫറൻസ്. പക്ഷെ നമ്മൾ പഠിച്ചതിലൊക്കെ ആദ്യം എന്നിൻ്റെ ടേം ഫസ്റ്റ്, ദെൻ കോൺസ്റ്റൻറ്റ് രണ്ടാമത് വന്നിട്ടാണ് പഠിച്ചത്. അപ്പോൾ പഠിച്ച ഓർമ്മയിൽ പോയിട്ട് 3 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് എഴുതി തെറ്റിക്കരുത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടേം, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം എന്ന് ചോദിക്കുമ്പോൾ എന്നിന് 1 കൊടുക്കുക. 3 + 2 × 1 ആണ്. അപ്പോൾ നമുക്ക് 5 ആണ് ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ റിമൈൻഡർ ഇഫ് ദ ടേംസ് ഓഫ് ദ സീക്വൻസ് ഡിവൈഡഡ് ബൈ 2? ഡിവൈഡഡ് ബൈ 2, ഇവിടെ നമുക്കറിയാം 2 ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അതാണ് അവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ടേം നമുക്ക് കിട്ടി 5. 5നെ ജസ്റ്റ് 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 2 × 2 4 1 എന്ന് കിട്ടും. സോ 1 ഈസ് ദ റിമൈൻഡർ. ഓക്കെ, മനസ്സിലായല്ലോ? അത്രമാത്രം എഴുതിയാൽ മതി. ഇനി ഇതേ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ ചോദിക്കാം? ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് തരും, എന്നിട്ട് ചോദിക്കും ആ നമ്പർ ഈ സീക്വൻസിലെ ഒരു ടേം ആണോ എന്ന് ചോദിക്കും. സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, തന്ന നമ്പർ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 21 ഈസ് 21 എ ടേം എന്നെങ്ങാനും ഇതിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെന്ത് ചെയ്താൽ മതി? തന്ന 21നെ ജസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 10 2s are 20. അപ്പോൾ നമുക്ക് 1 എന്ന് റിമൈൻഡർ കിട്ടിയല്ലോ, 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 21 ഈ സീക്വൻസിലെ ഒരു ടേം ആണെന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് വേറെ രീതിക്കും ചെയ്യാം. ഇവിടെ ഈ xnൻ്റെ സ്ഥാനത്ത് 21 എന്ന് കൊടുത്തിട്ട് എന്നിൻ്റെ വാല്യൂ, എന്നിനൊരു പെർഫെക്റ്റ് നമ്പർ, ഒരു നാച്ചുറൽ കൗണ്ടിങ് നമ്പർ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയാലും അത് ടേം ആണെന്ന് പറയാം. 2-3 മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സീക്വൻസോ ഒരു ആൾജിബ്രയോ ഒക്കെ തന്നിട്ട് വേറൊരു നമ്പർ ആ സീക്വൻസിൽ ഒരു ടേം ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു 3 മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ മെത്തേഡാണ് എന്ത്? ആ തന്ന നമ്പറിനെ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ മറ്റുള്ള ടേംസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ്, നമ്മൾ ഇവിടെ xnൻ്റെ പൊസിഷനിൽ ആ തന്ന നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്നിന് വാല്യൂ കണ്ടുപിടിക്കും. കിട്ടുന്ന എന്നിൻ്റെ വാല്യൂ ഒരു കൗണ്ടിങ് നമ്പർ, ഒരു കറക്റ്റ് ഒരു 1 2 3 4 അങ്ങനത്തെ ഡെസിമലൊന്നും അല്ലാത്ത ഒരു നമ്പർ ആണെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് പറയാം? ആ ഗിവൺ നമ്പർ ഈ ഒരു സീക്വൻസിലെ ടേം ആണെന്ന് പറയാം. അതേപോലെ തന്നെ ആ തന്ന നമ്പറിനെ ഫസ്റ്റ് ടേമിൽ നിന്നും മൈനസ് ചെയ്തിട്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നതും ഒരു പെർഫെക്റ്റ് നമ്പർ ആണെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് പറയാം? ഇത് സെയിം കാര്യം സെറ്റാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു മെത്തേഡുകളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ.